എല്ലാവരുടെയും ശ്രദ്ധിക്ക്. ഇന്ന് ഒരു അവാർഡ് വിതരണ ചടങ്ങുണ്ട്. ഒരു സംഘടന അവർക്ക് ഏറ്റവും താല്പര്യമുള്ള ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിക്ക് അവാർഡ് നൽകുന്ന ചടങ്ങ്. HRDS എന്ന് പറയുന്ന സംഘടന RSSുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അവരാണ് ഇപ്പോൾ VD സവർക്കറുടെ പേരിൽ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ശ്രീ ശശി തരൂരിന് കൊടുത്തിരിക്കുന്നു. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോൾ തന്നെ അറിഞ്ഞൂടെ, ഇപ്പൊ കോൺഗ്രസ് പരിപാടികളെക്കാൾ കൂടുതൽ കേന്ദ്ര സർക്കാരിന്റെ പരിപാടികളിലല്ലേ തരൂർജി പങ്കെടുക്കുന്നത്. അപ്പൊ പിന്നെ സവർക്കർജിയുടെ പേരിലുള്ള പുരസ്കാരം തരൂർജിക്ക് രണ്ടുപേരും ആർക്കാ കൊടുക്കാന്നേ? ഞാൻ പറയാം, സവർക്കറുടെ പേരിലുള്ള ഒരു അവാർഡും ഒരു കോൺഗ്രസ്സുകാരനും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അമ്പട പുളിസോ ജിമാര് പറയണത് കേൾക്കാണ്ടിരിക്കേ തരൂർജി. അതിന് വേറെ ആളെ നോക്കണം. നാഴികയ്ക്ക് 40 വട്ടം മോദിജിനെയും കേന്ദ്ര സർക്കാരിനെയും അഹോരാത്രം കഷ്ടപ്പെട്ട് പുകഴ്ത്തി പറഞ്ഞുണ്ടാക്കിയ അവാർഡാണ്. അതും വീർ സവർക്കർജിയുടെ പേരിലുള്ള പുരസ്കാരം. അത് വേണ്ടാന്ന് വെക്കേ തരൂർജി. അതിന് വേറെ ആളെ നോക്കണം. കോൺഗ്രസിന്റെ രക്തം ശശി തരൂരിന്റെ സിരകളിൽ അവശേഷിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഈ അവാർഡ് നിരസിക്കണം. ഇത് വല്ലാത്ത കഷ്ടമില്ല. കൂടുതൽ വെള്ളച്ചിലെടുത്തിട്ടുണ്ടെങ്കിലല്ല, കോൺഗ്രസിന്റെ അടിയന്തരാവസ്ഥ കാലത്തെ ചെയ്തികളെ വിമർശിച്ചുകൊണ്ടും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടും തരൂർജി ഇനിയും ലേഖനങ്ങൾ എഴുതൂട്ടാ. എന്താ ഭയർ കിട്ടു. കോൺഗ്രസിന്റെ സ്ഥിതി അതാണ്. പിന്നെ സവർക്കറുടെ പേരിലുള്ള ഒരു പുരസ്കാരം വാങ്ങാൻ കോൺഗ്രസിൽ നിരവധി നേതാക്കന്മാർ അർഹരാണ്. ഒരു കോമ്പറ്റീഷൻ തന്നെ അതിൽ നടത്തിയാൽ നല്ല തീപാറുന്ന മത്സരയിലുണ്ടാവും. അപ്പൊ അത് തന്നെ കാര്യം. ഈ ശശി തരൂരൊക്കെ എന്താണ് ഉണ്ടായത്? വർഷങ്ങൾക്ക് മുന്നേ വിളക്ക് കൊളുത്തി ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതാരാ? VD സതീശൻ. എന്നിട്ട് അവാർഡിന് പരിഗണിച്ചത് ശശി തരൂരിന്. സ്മരണ വേണോടോ, സ്മരണ. അങ്ങനെ സവർക്കർ പുരസ്കാരം ശശി തരൂരിന് ലഭിച്ചതിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആകെ പ്രശ്നം. നേതാക്കള് ശശി തരൂരിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഹൈക്കമാൻഡിന്റെ ഈ വിഷയത്തിൽ കടുത്ത അതിർത്തി ഉണ്ടാവുന്നു. അങ്ങനെ ആകെ ബഹളം. ഈ പുരസ്കാരം അദ്ദേഹം സ്വീകരിക്കുന്നതോടുകൂടി കോൺഗ്രസുകാരുടെ മനസ്സുകളിൽ നിന്ന് അദ്ദേഹം എന്നേക്കുമായി പുറത്താകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പണി പാളിയ. മുമ്പുണ്ടായ സംഭവങ്ങളെ പോലെയല്ല. ഈ സവർക്കറിന്റെ പേരിലുള്ള പുരസ്കാരം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് നല്ല അസല് പണി കിട്ടുന്ന തരൂർജിക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായി. അങ്ങനെ തരൂർജിയുടെ നീക്കങ്ങൾ കോൺഗ്രസ് നേതാക്കളെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തരൂർജി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ഞാൻ ഈ അവാർഡ് വാങ്ങിക്കൊന്നുമില്ല, ഇതിനെ പറ്റി അറിയ പോലില്ല എന്ന്. അപ്പോഴാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. മനുഷ്യന്മാർക്ക് മാറാതെ നേരം വേണല്ലോ. ചുരുക്കി പറഞ്ഞ ഈ അവാർഡ് എന്തിനാണെന്നോ അത് തരുന്നവരെ കുറിച്ചോ എന്തിനാണ് തരുന്നതെന്നോ ഒന്നും അറിയില്ല എന്നാണ് തരൂർജി പറഞ്ഞത്. എന്താണ് ഇപ്പൊ അദ്ദേഹം അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങൾ 1 മാസം മുമ്പ് അദ്ദേഹത്തിന് കത്ത് കൊടുത്താണ് നമ്മുടെ അവാർഡ് ജൂറിയുടെ ചെയർമാനും നമ്മുടെ OSDയും കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, നമ്മുടെ ഡൽഹി നമ്മുടെ HRDSന്റെ ഓഫീസിനോട് വളരെ 1 കിലോമീറ്റർ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. 1 മാസം മുമ്പാ? പാവം തരൂർജി ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴാണ് തരൂർജി ഇത് അറിയണത്, അതും ഇന്നലെ. എന്നിട്ട് എന്തിനാ പാവത്തിന്റെ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കുന്നത്? അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ കൂടെ ഈ അവാർഡ് വാങ്ങുന്നവരുടെ ലിസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ ലിസ്റ്റ് നമ്മൾ കൊടുത്തു. അന്നേരം ഒന്നും അദ്ദേഹം ഇങ്ങനെ ഒരു എതിർപ്പ് പറഞ്ഞതേ ഇല്ല. ഒന്നും എനിക്ക് കമ്പനിയില്ല, എന്നെ എന്തിനാ ഇടയിൽ കൂടി നിർത്തിയേക്കുന്ന? തരൂർജി വിഷമിക്കണ്ട. തരൂർജിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നേ. നിങ്ങളൊക്കെ ഒരേ വേവ് ലെങ്ത്തുള്ള ആൾക്കാരല്ലേ. അപ്പൊ പിന്നെ ആ അവസ്ഥ മനസ്സിലാക്കാണ്ട് എവിടെ പോവാനാ? 150 കോടി ജനങ്ങൾക്കകത്തുനിന്ന് ഞങ്ങള് മികച്ചത് എന്ന് കരുതുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ കാണുന്നത്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. തരൂർജിയെ പോലെ ഒരാൾ കള്ളം പറയാൻ സാധ്യത ഒന്നുമില്ല. കാരണം അദ്ദേഹം വിശ്വപൗരനാണ്, എഴുത്തുകാരനാണ്. ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം, തരൂർജിയെ പോലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഇത്തരം ഒരു ഭീതിതമായ അന്തരീക്ഷത്തിൽ നിൽക്കാതെ അതിൽ നിന്നൊക്കെ പുറത്തു വന്ന് സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കണം, രാജ്യത്തിന് വേണ്ടി നിൽക്കണം, രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുള്ള നിലപാടെടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അമ്പടാ, അപ്പ അതായിരുന്നൂലേ മനസ്സിലിരിപ്പ്. പോരുന്നു ഞങ്ങളുടെ കൂടെ എന്നല്ലേ ആ ചോദിച്ചതിന്റെ അർത്ഥം? അന്ന് അദ്ദേഹം ഈ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു, അത് കൊടുത്തു. വരും എന്ന് തന്നെയാണ് പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം അദ്ദേഹം നേരിടുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ രാവിലെ മുതൽ ഉണ്ണിത്താനും അങ്ങനെയുള്ള ആളുകളൊക്കെ
വളരെ മോശമായിട്ട് ഈ വിഷയത്തെ കാണുകയാണ്. അവാർഡ് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും സവർക്കർജിയുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരാരെയാ തെരഞ്ഞെടുത്തത്? തരൂർജീനല്ലേ. ഇനിയിപ്പോ അതാലോചിച്ചിട്ട് അങ്ങോട്ട് സമാധാനിക്കുക. ധ്വജപ്രണാമം മിത്രമേന്ന് തരൂർജിയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ആലോചിച്ച് അവരിപ്പോഴും സ്വപ്നം കണ്ട് കണ്ണിൽ എണ്ണി വെച്ച് കാത്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.